2 പതിറ്റാണ്ട് മുൻപ് കുവൈറ്റിൻ്റെ മണ്ണിൽ ഒരു സ്വപ്നമായി വിതച്ച വിദ്യാലയമുറ്റം ഇന്ന് മിഡിൽ ഈസ്റ്റിലെ 11ാമത്തെ ശാഖയായി അബുദാബിയിൽ തളിരിടുകയാണ്. ഭാരതീയ വിദ്യാഭവൻ എന്ന പ്രസ്ഥാനത്തെ പ്രവാസി മലയാളിക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റിയ NK രാമചന്ദ്ര മേനോൻ എന്ന ദീർഘദർശി തൻ്റെ പുതിയ വിദ്യാലയത്തിൻ്റെ വിശേഷങ്ങൾ പങ്കിടുകയാണ്. അബുദാബിയിൽ പുതിയ അധ്യയന വർഷം പ്രവർത്തനം ആരംഭിക്കുന്ന സ്കൂളിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും മാറുന്ന കാലത്തെ വിദ്യാഭ്യാസ വെല്ലുവിളികളെക്കുറിച്ചുമുള്ള ചെയർമാൻ്റെ ആ വാക്കുകളിലേക്ക്. ഇതൊരു ബിസിനസ് വളർച്ചയല്ല, മറിച്ച് പ്രവാസി സമൂഹത്തിന് ഭവൻസിലുള്ള വിശ്വാസത്തിൻ്റെ വളർച്ചയാണ്. കുവൈറ്റിൽ തുടങ്ങിയ ആ ദൗത്യം അബുദാബിയിൽ എത്തുമ്പോൾ ഉത്തരവാദിത്തം കൂടുകയാണ്. വെറും റാങ്കുകൾ മാത്രമല്ല, കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും ഭാരതീയ മൂല്യങ്ങൾക്കും ഞങ്ങൾ അബുദാബിയിലും മുൻഗണന നൽകുന്നു. സാങ്കേതിക വിദ്യ പഠനത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ അധ്യാപകരുടെ കരുതലിന് പകരമാകില്ലെന്ന് അദ്ദേഹം പറയുന്നു. അബുദാബിയിലെ ഓരോ പ്രവാസി കുടുംബത്തിനും താങ്ങാനാവുന്നതും എന്നാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ ഒരു വിദ്യാലയമായിരിക്കും ഇത്. അബുദാബിയിൽ ഇന്ത്യൻ പാഠ്യപദ്ധതി പിന്തുടരുന്ന നിരവധി പ്രമുഖ വിദ്യാലയങ്ങൾ നിലവിലുണ്ട്. ഈ വലിയ മത്സരങ്ങൾക്കിടയിലും ഭാരതീയ വിദ്യാഭവൻ എന്ന പേരിന് പ്രവാസി രക്ഷിതാക്കൾക്കിടയിൽ ഒരു സവിശേഷ സ്ഥാനമുണ്ട്. സ്കൂളുകളിലെ തിരക്കിനേക്കാൾ ഉപരിയായി ഓരോ കുട്ടിക്കും ലഭിക്കുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും അച്ചടക്കവുമാണ് ഭവൻസിൻ്റെ മുഖമുദ്രയെന്ന് ചെയർമാൻ NK രാമചന്ദ്ര മേനോൻ അടിവരയിടുന്നു. അബുദാബിയിലെ പുതിയ സ്കൂളിനെ കുറിച്ചും ഭവൻസ് നേടിയെടുത്ത ജനവിശ്വാസത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് കേൾക്കാം. അബുദാബി പോലെയുള്ളൊരു സ്ഥലത്ത് 10-27 സ്കൂളുകൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുണ്ട്. 28 സ്കൂളുകളിൽ ഇപ്പോൾ 29ാമത്തെ സ്കൂൾ എന്തിനാണെന്ന് പലരും ചോദിച്ചാലും നമ്മുടെ ആവശ്യം അത്രയേ ഉള്ളൂ. നമ്മുടെ സ്കൂളിൽ നമുക്ക് 2000-2100 കുട്ടികളെ കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. ആ 2200 കുട്ടികൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ളതാണ് നമ്മുടെ ഓരോ സംരംഭങ്ങളും. നമ്മൾ കുട്ടികളെ നിറയ്ക്കാമെന്നുള്ളതല്ല ഉദ്ദേശം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് നല്ല ക്യാരക്ടർ ബിൽഡപ്പിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അതൊക്കെയാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്പറല്ല നമ്മുടെ കൺസേൺ, ദ ക്വാളിറ്റി വാട്ട് വി ഗീവ് ഇസ് എ കൺസേൺ. അത്യാധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഭവൻസിന് കീഴിൽ പേൾ ഹെറിറ്റേജ് സ്കൂൾ അബുദാബിയിൽ ഒരുങ്ങുന്നത്. ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, വിപുലമായ ലബോറട്ടറികൾ, സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള മികച്ച കായിക സംവിധാനങ്ങൾ തുടങ്ങി ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെ സജ്ജമാണ്. വെറും കെട്ടിടങ്ങൾക്കപ്പുറം ഈ ആധുനിക സൗകര്യങ്ങൾ ഭവൻസിൻ്റെ വിദ്യാഭ്യാസ മൂല്യങ്ങളുമായി എങ്ങനെ ഇഴചേരുന്നു എന്ന് ചെയർമാൻ വിശദീകരിക്കുന്നു. അവിടെ നമുക്കുള്ളത് എല്ലാ ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ്, ക്ലാസ് റൂംസ് എല്ലാം വിത്ത് ഓൾ ഫെസിലിറ്റീസ്, സ്വിമ്മിംഗ് പൂളുണ്ട്, ടെന്നീസ് കോർട്ട്, പ്ലേ ഗ്രൗണ്ടുകൾ, എല്ലാ ഫെസിലിറ്റിയും അടക്കമുള്ള ഒരു സ്കൂളിലായിട്ടാണ് പണിതിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ഒരു സ്കൂളിൽ മറ്റേ സ്കൂളിനെക്കാട്ടിലും ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓൾ സ്കൂൾസ് ആർ ഈക്വലി ഗുഡ്, ഈക്വലി കോമ്പിറ്റൻറ്റ് ആൻഡ് ഈക്വലി വൈബ്രൻറ്റ് ഫോർ ചിൽഡ്രൻ ആൻഡ് ഫോർ anyone to look into that. അബുദാബിയിലെ പ്രവാസി സമൂഹത്തിനിടയിൽ ഭവൻ സ്കൂളുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ അഡ്മിഷനുകളുടെ കണക്കുകൾ. നിലവിലുള്ള ഭവൻസ് പ്രൈവറ്റ് ഇൻ്റർനാഷണൽ സ്കൂളിൽ മാത്രം ഏകദേശം 3000-ഓളം അപേക്ഷകളാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത്. ഈ വലിയ തിരക്ക് പരിഗണിച്ച് പുതിയ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. സ്കൂളിൻ്റെ ഉദ്ഘാടന തീയതിയെക്കുറിച്ചും അഡ്മിഷൻ ക്രമീകരണങ്ങളെക്കുറിച്ചും രാമചന്ദ്ര മേനോൻ സംസാരിക്കുന്നു. പ്രൈവറ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ അബുദാബിയിൽ ഏതാണ്ട് 3000 പാരൻസിൻ്റെ റിക്വസ്റ്റ് ഇപ്പോൾ കിടക്കുന്നുണ്ട്, വെയിറ്റ് ലിസ്റ്റഡ് ഫോർ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ. അപ്പോൾ നമ്മളതിൽ നിന്ന് 10-600 പാരൻസിനെ ചൂസ് ചെയ്ത് പേൾ ഹെറിറ്റേജ് സ്കൂളിലേക്ക് അയക്കും. അതുകൂടെ തന്നെ പേൾ ഹെറിറ്റേജ് സ്കൂളിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ പാരൻസിൻ്റെ നമ്മൾ അവരുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ടഡ്, ബട്ട് ഒഫീഷ്യലി it will start only after we get all the approvals. ആ അപ്രൂവൽസ് ഒരു മാർച്ച് 15th 20th ആയിട്ട് നമുക്ക് അപ്രൂവൽസ് എല്ലാം കിട്ടും. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസം ആഗ്രഹിക്കുമ്പോഴും പ്രവാസി രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഫീസ് ഘടന എന്നും വലിയ ഒരു ചോദ്യചിഹ്നമാണ്.
ഭവൻ സ്കൂളുകളിൽ ഫീസ് അല്പം കൂടുതലാണെന്ന പൊതുവായ വിലയിരുത്തലുകളെ വളരെ കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് രാമചന്ദ്ര മേനോൻ നേരിടുന്നത്. ഒരു ക്ലാസ്സിൽ വെറും 25 കുട്ടികൾക്ക് മാത്രം പ്രവേശനം നൽകിക്കൊണ്ട് ഭവൻസ് ഉറപ്പു നൽകുന്ന ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്താണെന്നും വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കർശനമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ഫീസ് രീതികളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഭവൻസ് സ്കൂളുകൾ ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും മറ്റേ സ്കൂളിനെക്കാട്ടിലും കുറച്ച് ഫീസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മറ്റേ സ്കൂളിനെക്കാട്ടിലും അഫോർഡബിലിറ്റി പാരൻസിന് ഒരു കൺസേണാണ്. ഇത് മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. ഞങ്ങളുടെ എല്ലാ സ്കൂളുകളിലും 25 കുട്ടികളെ കൂടുതൽ ഒരു ക്ലാസ് നമ്മൾ ഇരുത്തുന്നില്ല. അപ്പോൾ ടീച്ചർ റേഷ്യോ വിൽ ബി ടു ഹൈ കമ്പയർഡ് ടു എനി അതർ സ്കൂൾ ഇൻ ദ റീജിയൻ. അപ്പോൾ അതുകൊണ്ട് ഫീസ് ഇത്തിരി കൂടുതലായാലും when we give the quality for the money what the parents are giving, I'm sure all the parents are happy with our fees and what we really charge to parents. അതിനകത്ത് അത് മാത്രമല്ല, നമ്മുടെ ഫീ എല്ലാം മിനിസ്ട്രി അപ്രൂവ്ഡ് ഫീസാണ്. അതിനെക്കാട്ടിലും കൂടുതൽ നമ്മളൊരു പാരൻ്റ് അടുത്ത് വാങ്ങിക്കുന്നില്ല. സോ ഓൾ ആർ വിത്തിൻ ദ അപ്രൂവ്ഡ് ലിമിറ്റ്സ് ആൻഡ് അപ്രൂവ്ഡ് സിറ്റുവേഷൻസ്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് 10 വിദ്യാലയങ്ങളെന്ന വലിയ നേട്ടം ഭവൻസ് ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിൽ കൈവരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണെന്ന് ചെയർമാൻ വ്യക്തമാക്കുന്നു. ഇനിയുള്ള 10 വർഷത്തിനുള്ളിൽ 20 സ്കൂളുകൾ കൂടി പുതുതായി ആരംഭിച്ച് മിഡിൽ ഈസ്റ്റിലെ ആകെ സ്കൂളുകളുടെ എണ്ണം 35-ൽ എത്തിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. മികച്ച സൗകര്യങ്ങളും മികവാർന്ന വിദ്യാഭ്യാസവും കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഈ വമ്പൻ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. അക്കാഡമിക്കലി നമ്മൾ ഇതിനെക്കാട്ടിലും ബെറ്ററായിട്ട് പോകാൻ വിൽ ലുക്ക് ഇൻ ടു ദാറ്റ്. അതിനുള്ള ബെസ്റ്റ് ടീം നമുക്കുണ്ടാവും. അത് ഇപ്പോഴേ നമ്മൾ ബെസ്റ്റാണ്, ബട്ട് വിൽ ബി ട്രൈങ് ടു എക്സെൽ മച്ച് മോർ ദാൻ വാട്ട് വി ആർ നൗ. 20 കൊല്ലം കൊണ്ട് 10 സ്കൂൾ പണിതപ്പോൾ 10 കൊല്ലം കൊണ്ട് ഇനി 20 എണ്ണം പണിയാൻ സാധിക്കുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതിന് ദൈവം അനുഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ പാരൻസ് അനുഗ്രഹിക്കണം, കുട്ടികളെ അനുഗ്രഹിക്കണം, ടീച്ചേഴ്സ് അനുഗ്രഹിക്കണം. ആ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ട്. വെറും പാഠപുസ്തക പഠനത്തിനപ്പുറം ഒരു കുട്ടിയെ മികച്ച വ്യക്തിത്വങ്ങളായും ഉത്തമ പൗരന്മാരായും വളർത്തിയെടുക്കുക എന്നതാണ് ഭവൻസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. വിവേചനങ്ങളില്ലാത്ത കരുതലും സമത്വവും ഓരോ വിദ്യാർത്ഥിക്കും ഉറപ്പു നൽകുന്ന ഭവൻസിൻ്റെ ആ തനതായ ഐഡന്റിറ്റിയെക്കുറിച്ച് ചെയർമാൻ സംസാരിക്കുന്നു. അബുദാബിയിലെ പുതിയ സ്കൂളിലൂടെ അദ്ദേഹം രക്ഷിതാക്കൾക്ക് നൽകുന്ന ഉറപ്പും ഇതുതന്നെയാണ്. അബുദാബിയിൽ പേൾ ഹെറിറ്റേജ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ പാരൻസിനും എല്ലാ കുട്ടികൾക്കും ഭവൻസിൻ്റെ വാഗ്ദാനമാണ്, ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ വിൽ ലുക്ക് ആഫ്റ്റർ യുവർ ചിൽഡ്രൻ ആൻഡ് വിൽ ബി ഓൾവേസ് സപ്പോർട്ടിങ് യുവർ ചിൽഡ്രൻ ടു ബിക്കം ദ ബെസ്റ്റ് സിറ്റിസൺസ് വെൻ ദേ ലീവ് ദ സ്കൂൾ. എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സപ്പോർട്ടും നമ്മൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കും. സോ വിൽ മേക്ക് ഷുവർ ദാറ്റ് എവറിബഡി ഈസ് ഹാപ്പി. അത് ഞങ്ങളുടെ ഭവൻസിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ ഭവൻസിൻ്റെ ഒരു പ്രോമിസാണത്. എവറിബഡി വിൽ ബി ലുക്ക്ഡ് ആഫ്റ്റർ ഈക്വലി. അബുദാബിയിലെ പ്രവാസി കുട്ടികൾക്കായി ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. മാർച്ച് പകുതിയോടെ പൂർണ്ണ സജ്ജമാകുന്ന ഈ വിദ്യാലയം ഏപ്രിലിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കും. കേവലം ഒരു സ്കൂൾ എന്നതിലുപരി മൂല്യങ്ങളിലൂന്നിയ ഒരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഭവൻസിൻ്റെ ഈ 11ാം വിസ്മയത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസി മലയാളി സമൂഹം കാത്തിരിക്കുന്നത്.